സംസ്ഥാനത്തെ ഭരണരംഗത്ത് മന്ത്രിസഭ വിപുലമായ അഴിച്ചുപണി നടത്തി. അഡ്വക്കേറ്റ് CP സുധാകര പ്രസാദ് അഡ്വക്കേറ്റ് ജനറലാകും. ശ്രീധരൻ നായർ ആണ് പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. IAS തലപ്പത്തും വൻ അഴിച്ചുപണിയാണ് സർക്കാർ നടത്തിയത്. സംസ്ഥാനത്തെ ഭരണരംഗത്ത് സുപ്രധാനമായ അഴിച്ചുപണിയാണ് ഇന്നത്തെ ക്യാബിനറ്റ് യോഗം നടപ്പിലാക്കിയത്. അഡ്വക്കേറ്റ് ജനറലായി CP സുധാകര പ്രസാദിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് മഞ്ചേരി ശ്രീധരൻ നായരെയും സർക്കാർ നിയമിച്ചു. CP സുധാകര പ്രസാദ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തും അഡ്വക്കേറ്റ് ജനറലായിരുന്നു. ഇതോടൊപ്പം IAS തലപ്പത്തും വൻ അഴിച്ചുപണിയാണ് സർക്കാർ നടപ്പിലാക്കിയത്. പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയായി ഡോക്ടർ ഉഷ ടൈറ്റസിനെ നിയമിച്ചു. KR ജ്യോതിലാലിനെ ഗതാഗത ദേവസ്വം സെക്രട്ടറിയാക്കി. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും VS സെന്തിലിനെ മാറ്റി പ്ലാനിംഗ് പരിസ്ഥിതി സെക്രട്ടറിയാക്കി. PWD സെക്രട്ടറിയായിരുന്ന APM മുഹമ്മദ് ഹനീഫാണ് പുതിയ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി. B ശ്രീനിവാസാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. രാജീവ് സദാനന്ദൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാവും. ഡോക്ടർ V വേണു പട്ടികജാതി ടൂറിസം വകുപ്പ് സെക്രട്ടറിയാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും മടങ്ങിയെത്തിയ പോൾ ആൻ്റണിയാണ് വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയാവുക. ആശ തോമസ് സപ്ലൈകോ CMDയും രാജു നാരായണസ്വാമി കൃഷി വകുപ്പ് സെക്രട്ടറിയുമാവും. റാണി ജോർജ്, വിശ്വാസ് മേത്ത, KM അബ്രഹാം, ജെയിംസ് വർഗീസ് എന്നിവർ യഥാക്രമം സാംസ്കാരിക, റവന്യൂ, ധനകാര്യ, തുറമുഖ വകുപ്പുകളുടെ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. VK ബേബിയാണ് പുതിയ ഗ്രാമവികസന വകുപ്പ് സെക്രട്ടറി. TK ജോസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വകുപ്പിലുണ്ടാവും. ഇന്ദ്രജിത് സിംഗാണ് പുതിയ റെസിഡൻസ് കമ്മീഷണർ. PH കുര്യൻ വ്യവസായ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് തുടരും. എന്നാൽ IT വകുപ്പ് സെക്രട്ടറിയായി M ശിവശങ്കരൻ നിയമിതനാവും. ടിങ്കു ബിസ്വാൾ ജലസേചനവും, VJ കുര്യൻ സിയാൽ MDയുമാവും. മാരപാണ്ഡ്യനാണ് പുതിയ വനം സെക്രട്ടറി. കമലാവർദ്ധൻ റാവു ഫിനാൻസ് എക്സ്പെൻഡിച്ചറിലേക്കും ഷാജഹാൻ ന്യൂനപക്ഷ സാമൂഹ്യനീതി വകുപ്പുകളുടെയും സെക്രട്ടറിയാവും. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തെ വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കുന്ന ക്യാബിനറ്റ് ഉപസമിതി യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ ഈ തീരുമാനം നടപ്പിലാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നതിനായി ചോദ്യാവലി അയച്ചു നൽകും. റിപ്പോർട്ട് അടുത്ത ക്യാബിനറ്റിൽ വെക്കാനാണ് ഉപസമിതി ആലോചിക്കുന്നത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. നിയമരംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരമായാണ് അഡ്വക്കേറ്റ് ജനറൽ പദവി വീണ്ടും സുധാകര പ്രസാദിനെ തേടിയെത്തിയത്. സർക്കാർ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ച് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന CP സുധാകര പ്രസാദ് വീണ്ടും അതേ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഏറെ സന്തോഷത്തിലാണ്. സത്യസന്ധമായ ഇടപെടലുകൾക്കുള്ള അംഗീകാരമാണ് വീണ്ടും ഈ നേട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂസംബന്ധമായ കേസുകൾ തീർപ്പാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലാൻഡ് അക്വിസിഷൻ കേസുകൾ അത് കഴിഞ്ഞോണ ധാരാളം പെൻഡൻസികളാണ്. ഇപ്പോൾ എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കഴിയുന്നത് വേഗം തീർക്കണം. തീർത്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ധാരാളം പോകും ഗവൺമെൻറ്. വർക്കലയ്ക്കടുത്ത ചാവർകോട് ഗ്രാമത്തിൽ M പത്മനാഭൻ കൗസല്യ ദമ്പതികളുടെ പുത്രനായി 1940 ജൂലൈ 24 ഇദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി 1964 കൊല്ലത്ത് പ്രാക്ടീസ് ആരംഭിച്ചു. തുടർന്ന് എറണാകുളത്തെത്തിയ സുധാകര പ്രസാദ് നേരത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന P സുബ്രഹ്മണ്യം പോറ്റി അടക്കമുള്ളവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായി ചുമതലയേറ്റു. ജിഷാവധ കേസ് കേരള പോലീസിന് വെല്ലുവിളിയാണെന്ന് DGP ബെഹ്റ പറഞ്ഞു. അധികം വൈകാതെ കുറ്റവാളികളെ പിടികൂടാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBI മാതൃകയിലുള്ള ശാസ്ത്രീയ അന്വേഷണ രീതി കേരള പോലീസിൽ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. DGPയായി സ്ഥാനമേറ്റെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജിസ കേസ് ഒരു ചാലഞ്ചാണ് കേരള പോലീസ്ക്ക്. ഇപ്പോൾ ഞാൻ മേധാവിയായി വന്നു, ഇത് എനിക്ക് ഒരു ചാലഞ്ചാണ്. So now I will put my best foot. Within 2 days I am planning ഈ കാര്യങ്ങൾ ഈ പ്രോട്ടോകോൾ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷം I will personally go. Maybe I will have something. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് ചിന്തിക്കാം. ഫയർഫോഴ്സ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റയെ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന പോലീസ് മേധാവിയാക്കി സർക്കാർ നിയമിച്ചത്. ഫയർഫോഴ്സ് ആസ്ഥാനത്ത് നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പുതിയ DGP ചുമതലയേൽക്കാൻ എത്തിയത്. പോലീസ് ആസ്ഥാനത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച ശേഷമാണ് ലോക്നാഥ് ബെഹ്റ ചുമതല ഏറ്റെടുത്തത്. പോലീസിൽ ആധുനികവൽക്കരണം നടപ്പാക്കുമെന്നും CBI മോഡൽ അന്വേഷണ സംവിധാനം കൊണ്ടുവരുമെന്നും DGP വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകും. ദീർഘനാളായി തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കും. മുൻ പോലീസ് മേധാവി TP സെൻകുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ബെഹ്റ തയ്യാറായില്ല. നല്ല ദിവസം നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാമെന്നായിരുന്നു പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
സർക്കാരിൽ ഏതെങ്കിലും പദവി വേണമെന്ന് താൻ ആവശ്യപ്പെടുകയോ പദവി നൽകാമെന്ന് പാർട്ടി പറയുകയോ ചെയ്തിട്ടില്ലെന്ന് മുതിർന്ന CPIM നേതാവ് VS അച്യുതാനന്ദൻ. തനിക്ക് ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി എന്ന നിലയിൽ ഒരു പത്രത്തിൽ വന്ന വാർത്ത തീർത്തും അസംബന്ധമാണ്. തനിക്കും പാർട്ടിക്കും എതിരെ എക്കാലവും കള്ളപ്രചരണങ്ങൾ നടത്തുന്ന പത്രമാണിത്. സ്ഥാനമാനങ്ങൾ ചോദിച്ച് താൻ CPIM ജനറൽ സെക്രട്ടറിക്ക് കുറിപ്പ് നൽകിയെന്ന കള്ളം പ്രചരിപ്പിക്കുന്ന പത്രത്തെക്കുറിച്ച് ഭാവിയിൽ മാധ്യമ ഗവേഷകർ പഠനം നടത്തുമെന്ന് ഉറപ്പാണെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. CPIM എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ നേതാക്കളോട് എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചല്ല താൻ പൊതുപ്രവർത്തനം നടത്തുന്നത്. പൊതുപ്രവർത്തനത്തിനിടയിൽ പാർട്ടി തന്ന സ്ഥാനമാനങ്ങൾ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നുണ്ടെന്നും VS ചൂണ്ടിക്കാട്ടി. മാനസപുത്രനായ ഉമ്മൻചാണ്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാത്തതിൽ നിലതെറ്റിയാണ് ഒരു പത്രം പ്രബുദ്ധരായ ജനങ്ങളുടെ വിവേചന ശക്തിയെ വെല്ലുവിളിക്കുന്നതെന്നും VS ഫേസ്ബുക്കിൽ കുറിച്ചു. JDUവിനെ ഘടകകക്ഷികൾ കാലുവാരി തോൽപ്പിച്ചെന്ന് MP വീരേന്ദ്രകുമാർ. സംഘപരിവാർ ഭീഷണിക്കെതിരെ ജനങ്ങൾ LDFിനൊപ്പം നിന്നെന്നും വീരേന്ദ്രകുമാറും ഷെയ്ഖ് പി ഹാരിസും വർഗീസ് ജോർജും രാജ്യസന്നദ്ധത അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത JDU നേതൃയോഗത്തിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ ജില്ലാ പ്രസിഡന്റുമാർ ആഞ്ഞടിച്ചു. നേതൃത്വം ക്ഷണിച്ചു വരുത്തിയ തോൽവിയാണിതെന്നായിരുന്നു ആരോപണം. LDFിലേക്ക് പോയിരുന്നുവെങ്കിൽ വൻ വിജയം നേടാനാകുമെന്നായിരുന്നു യോഗത്തിന്റെ പൊതുവികാരം. രാജ്യസഭാ സീറ്റിന് വേണ്ടി വീരേന്ദ്രകുമാർ പാർട്ടിയെ കൊലക്ക് കൊടുത്തെന്നും ആരോപണമുയർന്നു. ഇതോടെ വീരേന്ദ്രകുമാർ രാജ്യസന്നദ്ധത അറിയിച്ചു. കൂടെ വർഗീസ് ജോർജും ഷെയ്ഖ് പി ഹാരിസും. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് മൂവരെയും പിൻവലിപ്പിക്കുകയായിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും JDU സ്ഥാനാർത്ഥികളെ കാലുവാരിയെന്ന് യോഗശേഷം MP വീരേന്ദ്രകുമാർ പറഞ്ഞു. സംഘപരിവാറിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് LDFിന് സഹായകരമായതെന്നും വീരേന്ദ്രകുമാർ കൂട്ടിച്ചേർത്തു. നിയമത്ത് അങ്ങനെ പറയുന്നുണ്ട്, അമ്പലക്കൂടെ പറയുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചെങ്കിലും ഐക്യമുന്നണിക്ക് കിട്ടേണ്ടുന്ന മുഴുവൻ വോട്ടുകളും സ്ഥാനാർത്ഥി കിട്ടിയിട്ടില്ല. പരാജയം വിശദമായി ചർച്ച ചെയ്യാൻ ജൂൺ 11 പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. മനയത്ത് ചന്ദ്രനെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കി. V സുരേന്ദ്രപിള്ളയെ പാർട്ടി വൈസ് പ്രസിഡന്റാക്കാനും യോഗം തീരുമാനിച്ചു. PV കുട്ടൻ, കോഴിക്കോട്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തിയത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിച്ചു. രണ്ടായിരത്തി 16-17 അധ്യയന വർഷത്തിന് തുടക്കമായപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് സ്കൂളുകളിൽ ആദ്യാക്ഷരത്തിന്റെ മധുരം നുകരാനായി എത്തിയത്. നവാഗതരെ സ്വീകരിക്കാനായി വിപുലമായ രീതിയിലാണ് സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നത്. മധുരം നൽകിയും പൂക്കൾ വിതരണം ചെയ്തും അക്ഷരത്തൊപ്പി അണിയിച്ചും പായസം വിതരണം ചെയ്തും പുതിയ കുട്ടികളെ അധ്യാപകരും മുതിർന്ന കുട്ടികളും ചേർന്ന് ആനയിക്കുകയായിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേദിയായത് തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. മനോഹരമായ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരമായിരുന്നു ഇവിടെ കുട്ടികളെ വരവേറ്റത്. മേയർ VK പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിൽ പല നിർവചനങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു നല്ല നിർവചനം എന്ന രീതിയിൽ ഞാൻ പറയാറുള്ളത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന സാമൂഹിക പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നാണ്. ഈ സങ്കല്പം എല്ലാവരുടെയും മനസ്സിലുണ്ടായാൽ മതി. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്ത് തലങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കി പ്രവേശനോത്സവം ശ്രദ്ധേയമാക്കി. കളിയും ചിരിയും അറിവും പഠനവുമായി മറ്റൊരു അധ്യയന വർഷം കൂടി. ഇനി സ്കൂൾ മുറ്റത്ത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ പ്രവേശന പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. 1,04,787 പേർ യോഗ്യത നേടി. 1ാം റാങ്ക് കണ്ണൂർ സ്വദേശി മുഹമ്മദ് മുനവറിനും 2ാം റാങ്ക് ചെന്നൈ സ്വദേശി ലക്ഷൻ ദേവിനും 3ാം റാങ്ക് എറണാകുളം സ്വദേശി ബെൻസൺ എൽദോയ്ക്കും ലഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് കോപ്പി നൽകിയാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. 1 മുതൽ 10 വരെ റാങ്കുകൾ ഇപ്രകാരം: മുഹമ്മദ് മുനവർ VV, ലക്ഷൻ ദേവ് B, ബെൻസൺ ജേക്ക്, റമീസ ജഹാൻസ, കെവിൻ ജോയ്, അജയ് S നായർ, ആസിഫ് മോഹൻ K, ഹരികൃഷ്ണൻ K, അലീന അഗസ്റ്റിൻ, നിഹാല A,
SC വിഭാഗത്തിൽ ബിപിൻ ജി രാജിന് 1ാം റാങ്കും അരവിന്ദ് രാജന് 2ാം റാങ്കും ലഭിച്ചു. ST വിഭാഗത്തിൽ കാസർഗോഡ് സ്വദേശിനി മേഘന വിക്കാണ് 2ാം റാങ്ക്. MBBS BDS കോഴ്സുകളിലേക്ക് 1ാം ഘട്ട അലോട്ട്മെന്റ് ജൂലൈ 15 മുൻപായി നടക്കും. 2ാം ഘട്ട അലോട്ട്മെന്റ് ഓഗസ്റ്റ് 22 മുൻപും നടക്കും. പ്രവേശനം പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 31. കുട്ടികൾ കുറവുള്ളതിന്റെ പേരിൽ ഒരു സ്കൂളും അടച്ചുപൂട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സ്കൂളാണ്. ഒരു കുട്ടി ആയാലും പഠിച്ചാൽ അത് ഈ സമൂഹത്തിന് നേട്ടമാണെന്നാണ് കണക്ക്. അവിടെ സാമ്പത്തിക ലാഭനഷ്ടമല്ല. ഈ മാസം മധ്യത്തോടെ പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ചു. 5 വർഷത്തിനകം അന്താരാഷ്ട്ര നിലവാരമുള്ള 100 കളിക്കാരെ കേരളത്തിൽ വാർത്തെടുക്കുമെന്ന് സച്ചിൻ പറഞ്ഞു. ഇതിനായി ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കാനും ചർച്ചയിൽ ധാരണയായി. ടീമിന്റെ പുതിയ ഓഹരി ഉടമകളായ നാഗാർജുനയും ചിരഞ്ജീവിയും സച്ചിനൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമ സച്ചിൻ ടെണ്ടുൽക്കർ തിരുവനന്തപുരത്തെത്തിയത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഓഹരി ഉടമകളായ നാഗാർജുന, ചിരഞ്ജീവി, അല്ലു അരവിന്ദ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. കുട്ടികളിൽ ഫുട്ബോൾ അഭിരുചി കണ്ടെത്തുന്നതിനായി കേരളത്തിൽ ഒരു റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങും. ഫുട്ബോൾ വികസനത്തിനായുള്ള 5 വർഷത്തെ രൂപരേഖയും തയ്യാറാക്കി. Be able to create that interest level and generate 100 top-class footballers in the next 5 years is our vision. കേരളത്തിൽ ഫുട്ബോളിന്റെ സമഗ്ര പുരോഗതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത്തരം പ്രചരണ പരിപാടികളിൽ ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേര് ഉപയോഗിക്കുന്നതിനുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അത് അദ്ദേഹം പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഉപഹാരമായി കായിക മന്ത്രി EP ജയരാജൻ സച്ചിൻ ടെണ്ടുൽക്കറിന് ആമാടപ്പെട്ടി കൈമാറി. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായി ഇന്നലെ സച്ചിൻ, ചിരഞ്ജീവി, നാഗാർജുന എന്നിവരുമായി തിരുപ്പതിയിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു. പുതിയ ഓഹരി ഉടമകൾ വരുന്നതോടെ സാമ്പത്തികമായി ടീം മെച്ചപ്പെട്ട നിലയിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 നാളെ വൈകിട്ട് 6 മണിക്ക് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കും. ചലച്ചിത്ര മേഖലയിൽ നിന്ന് 25ഓളം പേർ പങ്കെടുക്കുന്ന മെഗാ ഷോ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്യും. കൈരളി ഉത്സവം 2016 തിരുവല്ലയിലേക്ക് കലയുടെയും സംഗീതത്തിന്റെയും ഉത്സവം ഒരുക്കി കൈരളി TV വീണ്ടും എത്തുന്നു. കൈരളി TV ഒരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2016 ഇത്തവണ തിരുവല്ലയാണ് വേദിയാകുന്നത്. പ്രശസ്ത ഗായകരായ ഉണ്ണിമേനോൻ, റിമി ടോമി, ഡെൽഫി നൈനാൻ എന്നിവരുടെ സംഗീത വിരുന്നും ചലച്ചിത്ര താരങ്ങളും നർത്തകരുമായ ഷംന കാസിം, സരയു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമൊരുക്കുന്ന നൃത്തവിരുന്നും ഹരിശ്രീ അശോകൻ, രമേശ് പിഷാരടി എന്നിവരുടെ നേതൃത്വത്തിൽ ഹാസ്യവിരുന്നും അരങ്ങേറുന്ന 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോയിൽ 75ലധികം കലാകാരന്മാർ അണിനിരക്കും. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന് എതിർവശമുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഡിറ്റോറിയത്തിലാണ് ഇത്തവണ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോ അരങ്ങേറുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് മെഗാ ഷോ ഉദ്ഘാടനം ചെയ്യും. MLA-മാരായ രാജു എബ്രഹാം, വീണ ജോർജ്, ബിലീവേഴ്സ് ചർച്ച് പരമാധ്യക്ഷൻ ഡോക്ടർ KP യോഹന്നാൻ മെത്രാപ്പൊലീത്ത, കൈരളി TV MD ജോൺ ബിട്ടാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വ്യവസായ പ്രമുഖൻ MA യൂസഫ് അലി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രവാസികളുടെയും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്കാകുമെന്ന് യൂസഫ് അലി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ MA യൂസഫ് അലി ഉറപ്പു നൽകി. സ്മാർട്ട് സിറ്റിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ സൗകര്യപ്രദമായ തീയതിയിൽ കേരളത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്നാലാവും വിധം കേരളത്തിന്റെ പുരോഗതിക്ക് എല്ലാ സഹായവും യൂസഫ് അലി മുഖ്യമന്ത്രിക്ക് വാഗ്ദാനം നൽകി. ഈ വളർന്നു വരുന്ന അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ജോലി കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യവും അത്യാവശ്യമായ കാര്യവും. അതിനുവേണ്ടി പരിശ്രമിക്കും ഈ പുതിയ മുഖ്യമന്ത്രി എന്നുള്ളതിൽ എനിക്ക് 100% എനിക്ക് ഉറപ്പാണ്. റമദാന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ സന്ദർശിക്കാൻ യൂസഫ് അലി ക്ഷണിച്ചു. 4000 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റ് വൈകാതെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലുലു എക്സ്ചേഞ്ച് CEO അജീദ് അഹമ്മദും യൂസഫ് അലിക്കൊപ്പം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച K. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മരണാനന്തര അവയവദാനം നടത്തിയവരുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചു. ഈ വർഷം അവയവദാനം നടത്തിയ 11 പേരുടെ കുടുംബാംഗങ്ങളെയാണ് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ സംവിധായകൻ സത്യനന്ദിക്കാട് ബന്ധുക്കളെ ആദരിച്ചു. ഗായിക ജ്യോത്സ്ന, ജയരാജ് വാര്യർ തുടങ്ങിയവർ പങ്കെടുത്തു.